എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ +1 ഹയർ സെക്കൻഡറി സെക്കൻഡ് അലോട്ട്മെൻറ്റുകൾ പ്രസിദ്ധീകരിച്ചു. അലോട്ട്മെൻറ്റ് ഇതുവരെ ചെക്ക് ചെയ്യാത്ത വിദ്യാർത്ഥികൾ ഉണ്ടെങ്കിൽ കാൻഡിഡേറ്റ് ലോഗിൻ ചെയ്തുകൊണ്ട് വിദ്യാർത്ഥികളുടെ അലോട്ട്മെൻറ്റ് ചെക്ക് ചെയ്യേണ്ടതാണ്. അപ്പോൾ നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ മറന്നു പോവുകയാണെങ്കിൽ ഗെറ്റ് യൂസർ നെയിം ഓർ ആപ്ലിക്കേഷൻ നമ്പർ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ലിങ്ക് ഇവിടെ നൽകിയിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ റിക്കവർ ചെയ്തെടുക്കാൻ സാധിക്കും. അതിനായിട്ട് വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ജില്ല സെലക്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. ഏത് ജില്ലയിലേക്ക് നിങ്ങൾ അപേക്ഷ നൽകിയിട്ടുണ്ടായിരുന്നത് ആ ഒരു ജില്ല നൽകി സബ്മിറ്റ് ചെയ്യുക. സബ്മിറ്റ് ചെയ്ത ശേഷം അടുത്ത പേജിൽ നിങ്ങളുടെ സ്കീം ചോദിക്കും. അപ്പോൾ ഈ വർഷം SSLC കഴിഞ്ഞിട്ടുള്ള വിദ്യാർത്ഥികളാണെങ്കിൽ ആദ്യത്തെ ഓപ്ഷനായിട്ടുള്ള 2023-24 എന്നുള്ള ഈ ഒരു ഓപ്ഷനും, അതുപോലെ 2007 മുതൽ 23 വരെയുള്ള വിദ്യാർത്ഥികളാണെങ്കിൽ SSLC 2007-23 എന്നുള്ളതും, THSLC IHRD ന്യൂ സ്കീമാണെങ്കിൽ മൂന്നാമത്തേതും, അതുപോലെ തന്നെ ഇതിൽ CBSE, അതുപോലെ തന്നെ ICSE, അതുപോലെ അതർ എന്നിങ്ങനെ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അതിലേതെങ്കിലും ആണെങ്കിൽ അതും. എട്ടാമത്തേത് THSLC ടെക് എഡ്യൂ ന്യൂ സ്കീം 2016 ഓൺവേർഡ്സ് എന്ന് പറഞ്ഞുകൊണ്ട് നൽകിയിട്ടുണ്ട്. അതാണെങ്കിൽ അതും ക്ലിക്ക് ചെയ്യുക. ഏതാണ് എന്നുള്ളത് കറക്റ്റായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ്. അതിനുശേഷം നിങ്ങളുടെ രജിസ്റ്റർ നമ്പറും, അതായത് SSLCയുടെ രജിസ്റ്റർ നമ്പർ, അതുപോലെ മന്ത് ഓഫ് പാസ്, അതുപോലെ ഇയർ ഓഫ് പാസ് ഏതാണ് അപേക്ഷ നൽകുമ്പോൾ കൊടുത്തത് അതും, ഡേറ്റ് ഓഫ് ബർത്ത്, അതുപോലെ മൊബൈൽ നമ്പർ, അതുപോലെ തന്നെ നിങ്ങൾ ആ ഒരു സമയത്ത് സ്വന്തമായിട്ടാണെങ്കിൽ സെൽഫ് എന്നുള്ളതും, സ്കൂൾ വഴി ആണെങ്കിൽ സ്കൂൾ ഹെൽപ്പ് ഡെസ്ക് എന്നുള്ളതും, അക്ഷയ വഴി ആണെങ്കിൽ അതർ എന്നുള്ളതായിരിക്കും നൽകേണ്ടാവുക. അപ്പോൾ അതും സെലക്ട് ചെയ്ത് നൽകുക. അതിനുശേഷം ഇവിടെ കുറച്ച് നമ്പേഴ്സ് കാണാം. അതാണ് ക്യാപ്ച എന്ന് പറയുന്നത്. ആ ഒരു ക്യാപ്ച കൂടി നൽകി സബ്മിറ്റ് ചെയ്യുക. സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സെൻഡ് OTP എന്നുള്ളൊരു ബട്ടൺ കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ഫോണിലേക്ക് ഒരു OTP വരുന്നതാണ്. ആ ഒരു OTP നൽകിയ ശേഷം വിദ്യാർത്ഥികൾ ആ ഒരു OTP വന്ന ശേഷം നിങ്ങൾക്ക് OTP നൽകാനുള്ള ഭാഗം കാണാൻ പറ്റും. അതിൽ OTP നൽകി സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ തിരിച്ച് ലഭിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ നിങ്ങളുടെ പാസ്വേഡ് മറന്നുപോയി, അതായത് കാൻഡിഡേറ്റ് ലോഗിൻ ചെയ്യാനായിട്ട് കാൻഡിഡേറ്റ് ലോഗിൻ SSS എന്നുള്ളൊരു ഓപ്ഷനാണുള്ളത്. അപ്പോൾ ഇതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ കാൻഡിഡേറ്റ് ലോഗിൻ ചെയ്യുക. കാൻഡിഡേറ്റ് ലോഗിൻ ചെയ്ത ശേഷം വിദ്യാർത്ഥികൾക്ക് ഇവിടെയായിട്ട് ഒരു ഓപ്ഷൻ കാണാൻ പറ്റും. അതായത് ഫോർഗോട്ട് പാസ്വേഡ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാം. അഥവാ പാസ്വേഡ് മറന്നു പോവുകയാണെങ്കിലാണ് ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഫോർഗോട്ട് പാസ്വേഡ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പറും, അതുപോലെ ഡേറ്റ് ഓഫ് ബർത്തും, നിങ്ങൾ രജിസ്ട്രേഷൻ ചെയ്യുമ്പോൾ നൽകിയിട്ടുണ്ടായിരുന്ന മൊബൈൽ നമ്പറും, അതുപോലെ ഏത് ജില്ലയിലേക്കായിരുന്നു നിങ്ങൾ അപേക്ഷ നൽകിയിട്ടുണ്ടായിരുന്നത് ആ ഒരു ജില്ലയും, അതുപോലെ ഇവിടെ കുറച്ച് നമ്പേഴ്സ് കാണാം. ആ ഒരു നമ്പറും കൂടി നൽകി, അതാണ് ക്യാപ്ച, അത് ഇവിടെ ടൈപ്പ് ചെയ്ത് നിങ്ങൾക്ക് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് വരുന്ന പേജിൽ സെൻഡ് OTP എന്നുള്ളൊരു ഓപ്ഷൻ കാണാൻ പറ്റുന്നതാണ്. ആ ഒരു സെൻഡ് OTP ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോണിലേക്ക് ഒരു OTP വരുന്നതാണ്. അതായത് രജിസ്ട്രേഷൻ ചെയ്യുമ്പോൾ നൽകിയ മൊബൈൽ നമ്പറിലേക്കാണ് ഈ ഒരു OTP വരിക. അപ്പോൾ ആ ഒരു OTP നൽകി സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾക്ക് പിന്നീട് വരുന്ന പേജിൽ പാസ്വേഡ് റീസെറ്റ് ചെയ്ത് കൊടുക്കുന്നതിനായിട്ട് ഇതുപോലെ 2 കോളങ്ങൾ കാണാൻ പറ്റും. അതിൽ നിങ്ങൾ സെയിം പാസ്വേഡ് 2 തവണ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ആ ഒരു പാസ്വേഡ് ഒരു പേപ്പറിൽ കറക്റ്റായിട്ട് എഴുതി വെക്കുക, മറന്നു പോകരുത്. അതിനുശേഷം അപ്ഡേറ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ആ ഒരു പാസ്വേഡ് റീസെറ്റ് ആയി എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാം. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു പുതിയ പാസ്വേഡ് വെച്ച് നിങ്ങൾ കാൻഡിഡേറ്റ് ലോഗിൻ SSS ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പറും, അതുപോലെ തന്നെ പാസ്വേഡും, അതുപോലെ ജില്ലയും നൽകി ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്ത ശേഷം വിദ്യാർത്ഥികൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ കൺഗ്രാജുലേഷൻസ് യു ഹാവ് ഗോട്ട് അലോട്ട്മെൻറ്റ് എന്നും, അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടില്ലെങ്കിൽ സോറി യു ഹാവ് നോ അലോട്ട്മെൻറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ സാധിക്കുന്നതാണ്. അതുപോലെ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾക്ക് സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ മാറ്റമൊന്നും ഇല്ലെങ്കിൽ അലോട്ട്മെൻറ്റ് സ്റ്റാറ്റസ് എന്നുള്ള ഭാഗത്ത് നോ ചേഞ്ച് എന്ന് പറഞ്ഞുകൊണ്ടാണ് കാണാനായിട്ട് സാധിക്കുക. അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടുള്ള വിദ്യാർത്ഥികൾ ജൂൺ 12, 13 തീയതികളിലായിട്ട് അലോട്ട്മെൻറ്റ് ലഭിച്ച സ്കൂളിൽ പോയിട്ട് അഡ്മിഷൻ നേടേണ്ടതാണ്. അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾ സ്കൂളിൽ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ലഭിച്ച അലോട്ട്മെൻറ്റ് നഷ്ടപ്പെടുകയും അലോട്ട്മെൻറ്റ് പ്രോസസ്സിൽ നിന്ന് നിങ്ങളെ പുറത്താക്കുകയും ചെയ്യുന്നതായിരിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.